ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്, മറ്റൊന്നുമല്ല. ഇന്ന് നമുക്ക് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കുന്നതാണ് ഞാനവിടെ കാണിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ നമുക്ക് സാരിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഷാളും കൂടി ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, സൈഡിൽ ലേസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ ആദ്യം നമ്മുടെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ മെഷർമെൻറ്റ്സുകളെല്ലാം നമ്മൾ ആദ്യം നമ്മുടെ ലൈനിങ് പീസിനകത്തോട്ട് നമ്മൾ അടയാളം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആം ഹോളാണ് നമ്മൾ ആദ്യം അടയാളം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതിയേ, എങ്ങനെയാണ് ഞാൻ ഈ ആം ഹോൾ കട്ട് ചെയ്യുന്നതെന്ന് അതിനകത്തുണ്ട്. രാവിലെയാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊണ്ട നന്നായിട്ട് അടഞ്ഞിരിപ്പുണ്ട്. അതാണ് കുറച്ച് പ്രശ്നങ്ങൾ കേട്ടോ സൗണ്ടിൽ. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ആം ഹോള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ മാർക്കിംഗ് എല്ലാം കഴിയാറായി. ഇനി നമ്മളിത് അടയാളം ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ നമ്മൾ ആ ഒരു ടക്ക് വരുന്ന ഭാഗം, ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് വരുന്ന ഭാഗമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ താഴേക്ക് ഞാനൊരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു സ്ട്രൈറ്റ് ഒരു ലൈൻ ഞാനിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു കൈക്കുഴിയിലേക്ക് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം ഇത്. അതാ ഞാനിപ്പോൾ ചെയ്ത പോലെ 1/2 ഇഞ്ച് ആ ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ ആ ഒരു വശങ്ങളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നെക്ക് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ ഈ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ആ ഭാഗം കട്ട് ചെയ്തെടുക്കത്തുള്ളൂ, സെപ്പറേറ്റ് ആക്കത്തുള്ളൂ. ഇത് നമുക്ക് തയ്ക്കാനെടുക്കാം. ഞാൻ എൻ്റെ കൈയൊന്നും കട്ട് ചെയ്യുന്ന കാണിക്കുന്നില്ല. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു പഫ് സ്ലീവൊക്കെയാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ അതാ വെച്ച് നോക്കുകയാണ് നൂലുകളൊക്കെ ഏതാണ് ചേരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ നൂലൊക്കെ സെറ്റാക്കിയിട്ട് തയ്യൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ആ കഴുത്ത് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇതുപോലെ ആ പീസ് സെപ്പറേറ്റ് ആക്കി ലൈനിങ് പിടിപ്പിക്കുന്നത് ഫ്രണ്ട് പീസിലെ. ഇത് സാരി ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ കൈക്ക് ലേശം തികയാതെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു 3/4 കൈക്കുള്ള ഒരു ബ്ലൗസായിരുന്നു. അപ്പോൾ കസ്റ്റമർ ഇത് എളുപ്പം വേണമെന്ന് പറഞ്ഞാണ് കൊണ്ടു തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. കിട്ടിയ ഭാഗമെല്ലാം ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കൈ നമ്മൾ സ്റ്റിച്ചാക്കി എടുത്തത്. പിന്നെ അതാ നമ്മൾ ഷാള് ഇതുപോലെ 4 സൈഡും ലേസ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാരിയുടെ അരികുവശം കൂടി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഫൈനൽ ലുക്ക് അതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. താങ്ക് യു.